നന്ദമോനെ കാണുമ്പോ നെഞ്ചു പൊടിഞ്ഞു പോവുക. ഭ്രാന്തന്മാരെ പോലത്തെ പ്രകൃതം. ഒരു ബന്ധങ്ങളില്ലാത്ത തരത്തിൽ എന്തൊക്കെയോ പറയുന്നു, ഇറങ്ങിപ്പോവാൻ തുടങ്ങുന്നു, ദേഷ്യം കാണിക്കുന്നു, സങ്കടപ്പെടുന്നു. എനിക്കറിയില്ല എന്തൊക്കെയാ വന്ന് ചേരാൻ പോകുന്നതെന്ന്. നന്ദന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാ പെരുമാറാൻ പോകുന്നത്. ദേവികയെ അത്രയ്ക്കും സ്നേഹിച്ചിരുന്ന ആളല്ലേ നന്ദൻ. ആ ദേവികയെ കുറിച്ച് ഒരറിവുമില്ല. പിന്നെ മീരയുടെ മരണം. വാർത്താ ചാനലെല്ലാം കൂടി ദേവികയെ കാണുന്നില്ല എന്നുള്ള ന്യൂസ് നന്നായിട്ട് പൊലിപ്പിക്കുന്നുണ്ട്. എന്താ നടക്കണതെന്നും ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണെന്നും ഒരു പിടിയും കിട്ടുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, അവിടെ കൂടിയ മറ്റാർക്കും അറിയാൻ പറ്റാത്ത ഒരുപാട് നാടകങ്ങൾ അവിടെ നടന്നു. ദേവികയെ കണ്ടെത്താതെ ഇതിനൊന്നും ഉത്തരം കിട്ടുകയില്ല. മുരളി, ഇന്നലെ നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നെന്നാ എനിക്ക് തോന്നണത്. എന്തൊരു ചന്തമടി പെണ്ണെ നിനക്ക്. നിനക്ക് ഈ വേഷം നന്നായി ചേരുന്നുണ്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.